ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മുഴുവൻ പാഠഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മോക്ക് ടെസ്റ്റാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എൽക്കാനയുടെ പിതാവ് ആര്? ഓപ്ഷൻസ്: എ യെറോഹാം, ബി തോഹു, സി എലിഹു, ഡി സൽമോൻ. ഉത്തരം ഓപ്ഷൻ എ യെറോഹാം. 1 സാമുവൽ 1:1. നിനക്ക് ഒരു പിന്തുടർച്ചാവകാശിയെ നൽകിയ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ എന്ന് ആരാണ് നവോമിയോട് പറഞ്ഞത്? ഓപ്ഷൻസ്: എ സ്ത്രീകൾ, ബി അയൽപ്പക്കക്കാർ, സി ചാർച്ചക്കാർ, ഡി ബന്ധുജനങ്ങൾ. ഉത്തരം ഓപ്ഷൻ എ സ്ത്രീകൾ. റൂത്ത് 4:14. റൂത്ത് 2:20 സമാനമായ മറ്റൊരു പഴയ നിയമഭാഗം ഏത്? ഓപ്ഷൻസ്: എ ലേവ്യർ 25:20, ബി ലേവ്യർ 15:20, സി ലേവ്യർ 15:11, ഡി ലേവ്യർ 25:25. ഉത്തരം ഓപ്ഷൻ ഡി ലേവ്യർ 25:25. അയൽക്കാരായ സ്ത്രീകൾ ആർക്ക് ഒരു പുത്രൻ ജനിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്? ഓപ്ഷൻസ്: എ റൂത്ത്, ബി നവോമി, സി ബന്ധുക്കൾ, ഡി ചാർച്ചക്കാർ. ഉത്തരം ഓപ്ഷൻ ബി നവോമി. റൂത്ത് 4:17. നിന്നെ സ്നേഹിക്കുന്നവളും 7 പുത്രന്മാരെക്കാൾ വിലപ്പെട്ടവളും ആയ നിന്റെ ആരാണ് അവനെ പ്രസവിച്ചത് എന്നാണ് സ്ത്രീകൾ പറഞ്ഞത്? ഓപ്ഷൻസ്: എ മകൾ, ബി മരുമകൾ, സി റൂത്ത്, ഡി ചാർച്ചക്കാരി. ഉത്തരം ഓപ്ഷൻ ബി മരുമകൾ. റൂത്ത് 4:15. എപ്പോൾ അവൻ നിനക്ക് താങ്ങായിരിക്കും എന്നാണ് സ്ത്രീകൾ പറഞ്ഞത്? ഓപ്ഷൻസ്: എ വയസ്സ് കാലത്ത്, ബി വാർദ്ധക്യത്തിൽ, സി വൃദ്ധാവസ്ഥയിൽ, ഡി രോഗശയ്യയിൽ. ഉത്തരം ഓപ്ഷൻ ബി വാർദ്ധക്യത്തിൽ. റൂത്ത് 4:15. ആ അവകാശി എവിടെ പ്രസിദ്ധി ആർജിക്കട്ടെ എന്നാണ് സ്ത്രീകൾ നവോമിയോട് പറഞ്ഞത്? ഓപ്ഷൻസ്: എ യൂദയായിൽ, ബി ബത്ലഹേമിൽ, സി ഇസ്രായേലിൽ, ഡി എഫ്രാത്തായിൽ. ഉത്തരം ഓപ്ഷൻ സി ഇസ്രായേലിൽ. റൂത്ത് 4:14. റൂത്ത് എന്താണ് അമ്മായിയമ്മയ്ക്ക് കൊടുത്തത്? ഓപ്ഷൻസ്: എ ആഹാരം, ബി ബാക്കി വന്ന ആഹാരം, സി ശേഖരിച്ച ധാന്യം, ഡി ബാർലി. ഉത്തരം ഓപ്ഷൻ ബി ബാക്കി വന്ന ആഹാരം. റൂത്ത് 2:18. ആരുടെ അനുഗ്രഹത്താലാണ് റൂത്ത് ഗർഭിണിയായി ഒരു പുത്രനെ പ്രസവിച്ചത്? ഓപ്ഷൻസ്: എ കർത്താവ്, ബി ദൈവം, സി ഇസ്രായേലിൻ്റെ ദൈവം, ഡി ശക്തനായ ദൈവം. ഉത്തരം ഓപ്ഷൻ എ കർത്താവ്. റൂത്ത് 4:13. യൂദാക്ക് താമാറിൽ ജനിച്ച മകന്റെ പേര്? ഓപ്ഷൻസ്: എ യാക്കോബ്, ബി പേരസ്, സി ജോസഫ്, ഡി ആഷേർ. ഉത്തരം ഓപ്ഷൻ ബി പേരസ്. റൂത്ത് 4:12. യൂദാക്ക് താമാറിൽ ജനിച്ച പേരസിന്റെ ഭവനം പോലെ ആര് നിനക്ക് തരുന്ന സന്താനങ്ങളിലൂടെ നിന്റെ ഭവനവുമാകട്ടെ എന്നാണ് പറഞ്ഞത്? ഓപ്ഷൻസ്: എ കർത്താവ്, ബി ദൈവം, സി ഇസ്രായേലിൻ്റെ ദൈവം, ഡി ശക്തനായ ദൈവം. ഉത്തരം ഓപ്ഷൻ എ കർത്താവ്. റൂത്ത് 4:12. ആരുടെ നാമം സഹോദരന്മാരുടെ ഇടയിൽ നിന്നും ജന്മദേശത്ത് നിന്നും മാഞ്ഞു പോകാതിരിക്കാനാണ് ബോവാസ് റൂത്തിനെ ഭാര്യയായി സ്വീകരിച്ചത്? ഓപ്ഷൻസ്: എ മഹലോന്റെ,
ബി റൂത്തിന്റെ ഭർത്താവിന്റെ, സി മരിച്ചവന്റെ, ഡി ബോവാസിന്റെ. ഉത്തരം ഓപ്ഷൻ സി മരിച്ചവന്റെ നാമം. റൂത്ത് 4:10. മരിച്ചവന്റെ നാമം സഹോദരന്മാരുടെ ഇടയിൽ നിന്നും ജന്മദേശത്തു നിന്നും മാഞ്ഞു പോകാതിരിക്കുന്നതിനും അത് ആരിലൂടെ നിലനിർത്തുന്നതിനും വേണ്ടിയാണ് ബോവാസ് റൂത്തിനെ സ്വീകരിച്ചത്. ഓപ്ഷൻസ്: എ അനന്തരാവകാശികളിലൂടെ, ബി തലമുറകളിലൂടെ, സി സന്തതി പരമ്പരകളിലൂടെ, ഡി സന്താനങ്ങളിലൂടെ. ഉത്തരം ഓപ്ഷൻ എ അനന്തരാവകാശികളിലൂടെ. റൂത്ത് 4:10. ഞങ്ങൾ സാക്ഷികളാണ് എന്ന് പറഞ്ഞവർ ആരൊക്കെ? ഓപ്ഷൻസ്: എ ശ്രേഷ്ഠന്മാരും പുരോഹിതന്മാരും, ബി ശ്രേഷ്ഠന്മാരും ബന്ധുക്കളും, സി ശ്രേഷ്ഠന്മാരും നഗര കവാടത്തിൽ നിന്നിരുന്നവരും, ഡി ശ്രേഷ്ഠന്മാരും മറ്റുള്ളവരും. ഉത്തരം ഓപ്ഷൻ സി ശ്രേഷ്ഠന്മാരും നഗര കവാടത്തിൽ നിന്നിരുന്നവരും. റൂത്ത് 4:11. ഭാര്യയായി സ്വീകരിക്കും എന്ന് പറഞ്ഞ റൂത്തിന് എന്തൊക്കെ വിശേഷണങ്ങളാണ് ബോവാസ് കൊടുത്തത്? ഓപ്ഷൻസ്: എ മോവാബ്യ, ബി വിധവ, സി മഹലോന്റെ വിധവ, ഡി മോവാബയും മഹലോന്റെ വിധവയും. ഉത്തരം ഓപ്ഷൻ ഡി മോവാബിയും മഹലോന്റെ വിധവയും. റൂത്ത് 4:10. അക്കാലത്ത് കർത്താവിന്റെ എന്ത് ചുരുക്കമായിട്ടേ ലഭിച്ചിരുന്നുള്ളൂ? ഓപ്ഷൻസ്: എ ദർശനങ്ങൾ, ബി അരുളപ്പാട്, സി സന്ദേശം, ഡി വെളിപാട്. ഉത്തരം ഓപ്ഷൻ ബി അരുളപ്പാട്. 1 സാമുവൽ 3:1. കർത്താവിന്റെ എന്ത് വിരളമായിരുന്നു? ഓപ്ഷൻസ്: എ ദർശനങ്ങൾ, ബി അരുളപ്പാട്, സി സന്ദേശം, ഡി വെളിപാട്. ഉത്തരം ഓപ്ഷൻ എ ദർശനങ്ങൾ. 1 സാമുവൽ 3:1. മകനെ, നിന്നെ ഞാൻ വിളിച്ചില്ല, പോയി കിടന്നുകൊള്ളുക എന്ന് എത്രാം പ്രാവശ്യത്തെ ഏലിയുടെ മറുപടിയാണ്? ഓപ്ഷൻസ്: എ 1, ബി 2, സി 3, ഡി 4. ഉത്തരം ഓപ്ഷൻ ബി 2. 1 സാമുവൽ 3:6. ഞാൻ നിന്നെ വിളിച്ചില്ല, പോയി കിടന്നുകൊള്ളുക എന്ന് എത്രാം പ്രാവശ്യത്തെ ഏലിയുടെ മറുപടിയാണ്? ഓപ്ഷൻസ്: എ 1, ബി 2, സി 3, ഡി 4. ഉത്തരം ഓപ്ഷൻ എ 1 സാമുവൽ 3:5. അങ്ങെന്നെ വിളിച്ചല്ലോ, ഞാനിതാ വന്നിരിക്കുന്നു എന്ന് ഏലിയോട് എത്ര പ്രാവശ്യം സാമുവൽ പറയുന്നുണ്ട്? ഓപ്ഷൻസ്: എ 1, ബി 2, സി 3, ഡി 4. ഉത്തരം ഓപ്ഷൻ സി 3. 1 സാമുവൽ 3:5, 3:6, 3:8. സാമുവൽ സാമുവൽ എന്ന് കർത്താവ് വിളിച്ചപ്പോൾ അവൻ പ്രത്യുത്തരം നൽകിയതെങ്ങനെ? ഓപ്ഷൻസ്: ഇതാ ഞാൻ, ബി ഞാനിതാ, സി അരുളി ചെയ്താലും, ഡി അങ്ങയുടെ ദാസനിതാ. ഉത്തരം ഓപ്ഷൻ ബി ഞാനിതാ. 1 സാമുവൽ 3:5. ആരുടെ മുൻപിലെ ദീപം അണഞ്ഞിരുന്നില്ല? ഓപ്ഷൻസ്: എ കർത്താവിൻ്റെ, ബി ദൈവത്തിൻ്റെ, സി ദൈവമായ കർത്താവിൻ്റെ, ഡി കർത്താവായ ദൈവത്തിൻ്റെ. ഉത്തരം ഓപ്ഷൻ ബി ദൈവത്തിൻ്റെ. 1 സാമുവൽ 3:3.
സാമുവൽ ദേവാലയത്തിൽ എന്ത് സ്ഥിതി ചെയ്യുന്നതിനരികെ കിടക്കുകയായിരുന്നു? ഓപ്ഷൻസ്: എ. ബലിപീഠം, ബി. കർത്താവിൻ്റെ പേടകം, സി. ദൈവത്തിൻ്റെ പേടകം, ഡി. ഭണ്ഡാരം. ഉത്തരം ഓപ്ഷൻ സി, ദൈവത്തിൻ്റെ പേടകം. 1 സാമുവൽ 3:3. ആരുടെ സാന്നിധ്യത്തിലാണ് ബാലനായ സാമുവൽ കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്നത്? ഓപ്ഷൻസ്: എ. ഏലിയുടെ, ബി. പുരോഹിതൻ്റെ, സി. പുരോഹിത ശ്രേഷ്ഠൻ്റെ, ഡി. അഹറോൻ്റെ. ഉത്തരം ഓപ്ഷൻ എ, ഏലിയുടെ. 1 സാമുവൽ 3:1. കർത്താവ് ദർശനം നൽകിയ ഷീലോയിൽ വെച്ച് അവിടുന്ന് വീണ്ടും അവനോട് സംസാരിച്ചു. എന്ത് ചെയ്തു? ഓപ്ഷൻസ്: എ. വെളിപ്പെടുത്തി, ബി. തന്നെ വെളിപ്പെടുത്തി, സി. തന്നെ വെളിപ്പെടുത്തി, ഡി. അനുഗ്രഹിച്ചു. ഉത്തരം ഓപ്ഷൻ ബി, തന്നെ വെളിപ്പെടുത്തി. 1 സാമുവൽ 3:21. സാമുവൽ കർത്താവിൻ്റെ പ്രവാചകനായി തീർന്നിരിക്കുന്നുവെന്ന് എവിടം മുതൽ എവിടം വരെയുള്ള ജനം അറിഞ്ഞു? ഓപ്ഷൻസ്: എ. യൂദ മുതൽ ജെറുസലേം വരെ, ബി. ദാൻ മുതൽ ബേർഷെബ വരെ, സി. ജെറുസലേം മുതൽ യൂദ വരെ, ഡി. ബേർഷെബ മുതൽ ദാൻ വരെ. ഉത്തരം ഓപ്ഷൻ ബി, ദാൻ മുതൽ ബേർഷെബ വരെ. 1 സാമുവൽ 3:20. സാമുവൽ കർത്താവിൻ്റെ പ്രവാചകനായി തീർന്നിരിക്കുന്നു എന്ന് ദാൻ മുതൽ ബേർഷെബ വരെയുള്ള ഏത് ജനം മുഴുവനുമാണ് അറിഞ്ഞത്? ഓപ്ഷൻസ്: എ. യൂദ ജനം മുഴുവൻ, ബി. ഇസ്രായേൽ ജനം മുഴുവൻ, സി. എഫ്രായിം ജനം മുഴുവൻ, ഡി. ജെറുസലേം ജനം മുഴുവൻ. ഉത്തരം ഓപ്ഷൻ ബി, ഇസ്രായേൽ ജനം മുഴുവൻ. സാമുവൽ കർത്താവിൻ്റെ ആരായി തീർന്നു? ഓപ്ഷൻസ്: എ. ദാസൻ, ബി. പുത്രൻ, സി. പ്രവാചകൻ, ഡി. പുരോഹിതൻ. ഉത്തരം ഓപ്ഷൻ സി, പ്രവാചകൻ. 1 സാമുവൽ 3:20. സാമുവൽ വളർന്നു വന്നു. അവനോട് കൂടെ ആരുണ്ടായിരുന്നു? ഓപ്ഷൻസ്: എ. ദൈവം, ബി. കർത്താവ്, സി. ഏലി, ഡി. മാതാപിതാക്കൾ. ഉത്തരം ഓപ്ഷൻ ബി, കർത്താവ്. 1 സാമുവൽ 3:19. ആരാണ് ഒന്നും മറച്ചുവെക്കാതെ എല്ലാം ഏലിയോട് പറഞ്ഞത്? ഓപ്ഷൻസ്: എ. പുരോഹിതൻ, ബി. മക്കൾ, സി. ദൈവം, ഡി. സാമുവൽ. ഉത്തരം ഓപ്ഷൻ ഡി, സാമുവൽ. 1 സാമുവൽ 3:18. ജെറുസലേമിൽ എനിക്ക് മുൻപുണ്ടായിരുന്ന എല്ലാ രാജാക്കന്മാരെയും കാൾ അധികം ഞാൻ സമ്പാദിച്ചു. എന്ത്? ഓപ്ഷൻസ്: എ. ധനം, ബി. സൽപ്പേര്, സി. പ്രശസ്തി, ഡി. ജ്ഞാനം. ഉത്തരം ഓപ്ഷൻ ഡി, ജ്ഞാനം. സഭാപ്രസംഗകൻ 1:16. ദുഃഖം ഏറുന്നത് എപ്പോൾ? ഓപ്ഷൻസ്: എ. ധനമേറുമ്പോൾ, ബി. ജ്ഞാനമേറുമ്പോൾ, സി. ദാരിദ്ര്യമേറുമ്പോൾ, ഡി. അറിവ് കൂടുമ്പോൾ. ഉത്തരം ഓപ്ഷൻ ബി, ജ്ഞാനമേറുമ്പോൾ. സഭാപ്രസംഗകൻ 1:18. ചിരി ഭ്രാന്താണെന്നും ഡാഷ് നിഷ്ഫലമാണെന്നും ഞാൻ മനസ്സിലാക്കി. വചനഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻസ്: എ. ധനമോഹങ്ങൾ, ബി. അധികാരം, സി. സുഖഭോഗങ്ങൾ, ഡി. സുഖലോലുപത. ഉത്തരം ഓപ്ഷൻ സി, സുഖഭോഗങ്ങൾ. സഭാപ്രസംഗകൻ 2:2. എന്തിനെയെല്ലാമാണ് സഭാപ്രസംഗകൻ വിവേചിച്ച് കാണാൻ തുടങ്ങിയത്? ഓപ്ഷൻസ്: എ.
ജ്ഞാനവും വിവേകവും ഭോഷത്വവും. ബി. ജ്ഞാനവും ഉന്മത്തതയും ഭോഷത്വവും. സി. അറിവും ഉന്മത്തതയും വിവേകവും. ഡി. അറിവും ഉന്മത്തതയും ഭോഷത്വവും. ഉത്തരം ഓപ്ഷൻ ബി. ജ്ഞാനവും ഉന്മത്തതയും ഭോഷത്വവും. സഭാപ്രസംഗകൻ 2:12. ഭോഷത്വത്തെ അതിശയിക്കുന്നത് എന്ത്? ഓപ്ഷൻസ്: എ. ധനം. ബി. വിജ്ഞാനം. സി. ജ്ഞാനം. ഡി. അറിവ്. ഉത്തരം ഓപ്ഷൻ സി. ജ്ഞാനം. സഭാപ്രസംഗകൻ 2:13. സഭാപ്രസംഗകൻ 1:15 അനുസരിച്ച് അസാധ്യമായത് എന്താണ്? ഓപ്ഷൻസ്: എ. ഇല്ലാത്തത് എണ്ണുക. ബി. വളഞ്ഞത് നേരെയാക്കുക. സി. പൊട്ടിയത് ശരിയാക്കുക. ഡി. വായുവിൽ എഴുതുക. ഉത്തരം ഓപ്ഷൻ എ. ഇല്ലാത്തത് എണ്ണുക. അറിവ് വർദ്ധിക്കുമ്പോൾ വർദ്ധിക്കുന്നത് എന്ത്? ഓപ്ഷൻസ്: എ. സങ്കടം. ബി. വ്യസനം. സി. സന്തോഷം. ഡി. ധനം. ഉത്തരം ഓപ്ഷൻ ബി. വ്യസനം. സഭാപ്രസംഗകൻ 1:18. ജെറുസലേമിൽ രാജാവും ദാവീദിന്റെ പുത്രനും ആര്? ഓപ്ഷൻസ്: എ. അബ്സലോം. ബി. സോളമൻ. സി. സഭാപ്രസംഗകൻ. ഡി. സാവൂൾ. ഉത്തരം ഓപ്ഷൻ സി. സഭാപ്രസംഗകൻ. സഭാപ്രസംഗകൻ 1:1. സകലവും മനുഷ്യന് എന്താണെന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഓപ്ഷൻസ്: എ. ക്ലേശഭൂയിഷ്ടം. ബി. ദുഃഖകരം. സി. വ്യർത്ഥം. ഡി. മിഥ്യ. ഉത്തരം ഓപ്ഷൻ എ. ക്ലേശഭൂയിഷ്ടം. സഭാപ്രസംഗകൻ 1:8. ആർക്കും കഴിയുകയില്ലെന്ന് സഭാപ്രസംഗകൻ പറയുന്നത് എന്താണ്? ഓപ്ഷൻസ്: എ. ഇല്ലാത്തത് എണ്ണാൻ. ബി. വളഞ്ഞത് നേരെയാക്കാൻ. സി. സ്വപ്നങ്ങളിൽ ജീവിക്കാൻ. ഡി. പൊട്ടിയത് ശരിയാക്കാൻ. ഉത്തരം ഓപ്ഷൻ ബി. വളഞ്ഞത് നേരെയാക്കാൻ. സഭാപ്രസംഗകൻ 1:15. എന്നേക്കും നിലനിൽക്കുന്നത് എന്ത്? ഓപ്ഷൻസ്: എ. തലമുറകൾ. ബി. ആകാശം. സി. ഭൂമി. ഡി. സൽപ്പേര്. ഉത്തരം ഓപ്ഷൻ സി. ഭൂമി. സഭാപ്രസംഗകൻ 1:4. ഡാഷ് വരുന്നു പോകുന്നു, ഭൂമിയാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. വചനഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻസ്: എ. ദുഃഖങ്ങൾ. ബി. സന്തോഷം. സി. തലമുറകൾ. ഡി. ധനം. ഉത്തരം ഓപ്ഷൻ സി. തലമുറകൾ. സഭാപ്രസംഗകൻ 1:4. വ്യഗ്രതയോടെ ചെയ്യാൻ മനുഷ്യനെ ജോലികൾ ഏൽപ്പിച്ചതാര്? ഓപ്ഷൻസ്: എ. പിതാവ്. ബി. ദൈവം. സി. കർത്താവ്. ഡി. മാതാപിതാക്കൾ. ഉത്തരം ഓപ്ഷൻ ബി. ദൈവം. സഭാപ്രസംഗകൻ സഭാപ്രസംഗകൻ 1:13. എല്ലാം മിഥ്യയും പാഴ്വേലയുമാണ്. ഏതെല്ലാം? ഓപ്ഷൻസ്: എ. ലോകത്തിലുള്ളവയെല്ലാം. ബി. ഭൂമിയിലുള്ള എല്ലാ പ്രവൃത്തികളും. സി. മനുഷ്യന്റെ അധ്വാനങ്ങൾ. ഡി. സൂര്യന് കീഴെ നടക്കുന്ന എല്ലാ പ്രവൃത്തികളും. ഉത്തരം ഓപ്ഷൻ ഡി. സൂര്യന് കീഴെ നടക്കുന്ന എല്ലാ പ്രവൃത്തികളും. സഭാപ്രസംഗകൻ 1:14. യേശുവിന്റെ ശിഷ്യനായ യോഹന്നാനാണ് നാലാമത്തെ സുവിശേഷത്തിന്റെ കർത്താവ് എന്ന് ആരാണ് സാക്ഷ്യപ്പെടുത്തുന്നത്? ഓപ്ഷൻസ്: എ. യഹൂദ ക്രിസ്ത്യാനികൾ. ബി. പാരമ്പര്യം. സി. ശിഷ്യന്മാർ. ഡി. ഭാഷാസങ്കേതങ്ങൾ. ഉത്തരം ഓപ്ഷൻ ബി. പാരമ്പര്യം. ആമുഖത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. ബേത്സേദ കുളം എവിടെയാണ് സ്ഥിതി ചെയ്തിരുന്നത്? ഓപ്ഷൻസ്: എ. ഗനേസറത്തിന് അടുത്ത്. ബി. സോളമന്റെ മണ്ഡപത്തിനടുത്ത്. സി. ജെറുസലേമിൽ അജകവാടത്തിനടുത്ത്. ഡി. ജെറുസലേം ദേവാലയത്തിനടുത്ത്.
ഉത്തരം ഓപ്ഷൻ സി ജെറുസലേമിൽ അജകവാടത്തിനടുത്ത്. യോഹന്നാൻ 5:2. ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. യേശു എവിടെ വെച്ചാണ് ഇത് പറഞ്ഞത്? ഓപ്ഷൻസ്: എ സിനഗോഗിൽ വെച്ച്, ബി ദേവാലയത്തിൽ വെച്ച്, സി സോളമന്റെ മണ്ഡപത്തിൽ വെച്ച്, ഡി ഭണ്ഡാരസ്ഥലത്ത് വെച്ച്. ഉത്തരം ഓപ്ഷൻ ബി ദേവാലയത്തിൽ വെച്ച്. യോഹന്നാൻ 5:14. വിധി മുഴുവൻ ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? ഓപ്ഷൻസ്: എ പിതാവിനെ, ബി ആത്മാവിനെ, സി ഏകജാതനെ, ഡി പുത്രനെ. ഉത്തരം ഓപ്ഷൻ ഡി പുത്രനെ. യോഹന്നാൻ 5:22. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകാൻ അവിടുന്ന് നൽകിയിരിക്കുന്നത് എന്ത്? ഓപ്ഷൻസ്: എ കൃപാവരം, ബി വരം, സി അനുഗ്രഹം, ഡി ദാനം. ഉത്തരം ഓപ്ഷൻ ബി വരം. യോഹന്നാൻ 5:26. സമറിയായിൽ നിന്ന് യേശു എവിടേക്കാണ് പോയത്? ഓപ്ഷൻസ്: എ യൂദയ, ബി ഗലീലി, സി ബഥാനിയ, ഡി എഫ്രായിം. ഉത്തരം ഓപ്ഷൻ ബി ഗലീലി. യോഹന്നാൻ 4:43. ആസന്ന മരണനായ മകനെ സുഖപ്പെടുത്തണമെന്ന് പറഞ്ഞത് ആര്? ഓപ്ഷൻസ്: എ ഒരു പിതാവ്, ബി ഒരു വിധവ, സി ജായറോസ്, ഡി കഫർനാമിലെ ഒരു രാജസേവകൻ. ഉത്തരം ഓപ്ഷൻ ഡി കഫർനാമിലെ ഒരു രാജസേവകൻ. യോഹന്നാൻ 4:46. പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി ആരാണ് എതിരെ വന്നത്? ഓപ്ഷൻസ്: എ സേവകർ, ബി പടയാളികൾ, സി ഭൃത്യന്മാർ, ഡി വേലക്കാർ. ഉത്തരം ഓപ്ഷൻ സി ഭൃത്യന്മാർ. യോഹന്നാൻ 4:51. രാജസേവകന്റെ മകൻ സുഖം പ്രാപിച്ചതെപ്പോൾ? ഓപ്ഷൻസ്: എ 4-ാം മണിക്കൂറിൽ, ബി 7-ാം മണിക്കൂറിൽ, സി 9-ാം മണിക്കൂറിൽ, ഡി 6-ാം മണിക്കൂറിൽ. ഉത്തരം ഓപ്ഷൻ ബി 7-ാം മണിക്കൂറിൽ. യോഹന്നാൻ 4:52. യൂദയായിൽ നിന്ന് ഗലീലയിലേക്ക് വന്നപ്പോൾ യേശു പ്രവർത്തിച്ച രണ്ടാമത്തെ അടയാളം ഏത്? ഓപ്ഷൻസ്: എ തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയത്, ബി രാജസേവകന്റെ പുത്രനെ സുഖപ്പെടുത്തുന്നു, സി കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു, ഡി അന്ധനെ സുഖപ്പെടുത്തുന്നു. ഉത്തരം ഓപ്ഷൻ ബി രാജസേവകന്റെ പുത്രനെ സുഖപ്പെടുത്തുന്നു. യോഹന്നാൻ 4:54. രക്ഷ ആരിൽ നിന്നാണ്? ഓപ്ഷൻസ്: എ യഹൂദരിൽ, ബി ഇസ്രായേലിൽ, സി ഹെബ്രായരിൽ, ഡി ഗ്രീക്കുകാരിൽ. ഉത്തരം ഓപ്ഷൻ എ യഹൂദരിൽ. യോഹന്നാൻ 4:22. ഡാഷ് ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. വചനഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻസ്: എ ആരാധകർ, ബി യഥാർത്ഥ ആരാധകർ, സി ദൈവഭക്തർ, ഡി നീതിമാൻ. ഉത്തരം ഓപ്ഷൻ ബി യഥാർത്ഥ ആരാധകർ. യോഹന്നാൻ 4:23. ദൈവത്തെ ആരാധിക്കുന്നവർ എങ്ങനെയാണ് ആരാധിക്കുന്നത്? ഓപ്ഷൻസ്: എ ആത്മാവിൽ, ബി വിശ്വാസത്തോടെ, സി ഭയഭക്തിയോടെ, ഡി ആത്മാവിലും സത്യത്തിലും. ഉത്തരം ഓപ്ഷൻ ഡി ആത്മാവിലും സത്യത്തിലും. യോഹന്നാൻ 4:24. സമറിയക്കാരി സ്ത്രീ കുടം അവിടെ വെച്ചിട്ട് എവിടേക്കാണ് പോയത്? ഓപ്ഷൻസ്: എ നഗരത്തിലേക്ക്, ബി ഗ്രാമത്തിലേക്ക്, സി പട്ടണത്തിലേക്ക്, ഡി സിക്കാറിലേക്ക്. ഉത്തരം ഓപ്ഷൻ സി പട്ടണത്തിലേക്ക്.
യോഹന്നാൻ 4:28. യേശു സമറിയക്കാരോടൊപ്പം എത്ര ദിവസം താമസിച്ചു? ഓപ്ഷൻസ്: എ 3 ദിവസം, ബി 2 ദിവസം, സി 4 ദിവസം, ഡി 6 ദിവസം. ഉത്തരം ഓപ്ഷൻ എ 2 ദിവസം. യോഹന്നാൻ 4:40. ആര് തമ്മിലാണ് സമ്പർക്കമൊന്നും ഇല്ലാത്തത്? ഓപ്ഷൻസ്: എ യഹൂദരും ഗ്രീക്കുകാരും, ബി യഹൂദരും സദുക്കായരും, സി യഹൂദരും വിജാതീയരും, ഡി യഹൂദരും സമറിയക്കാരും. ഉത്തരം ഓപ്ഷൻ ഡി യഹൂദരും സമറിയക്കാരും. യോഹന്നാൻ 4:9. സമറിയക്കാരി യേശുവിനെ അഭിസംബോധന ചെയ്തത് എങ്ങനെ? ഓപ്ഷൻസ്: എ പ്രഭോ, ബി ഗുരു, സി റബ്ബി, ഡി കർത്താവേ. ഉത്തരം ഓപ്ഷൻ എ പ്രഭോ. യോഹന്നാൻ 4:11. നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ഡാഷ് തരികയും ചെയ്യുമായിരുന്നു. വചനഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻസ്: എ ജലം, ബി ജീവജലം, സി ജീവൻ, ഡി കൃപാവരം. ഉത്തരം ഓപ്ഷൻ ബി ജീവജലം. യോഹന്നാൻ 4:10. സമറിയക്കാരി സ്ത്രീ യേശു ആരാണെന്നാണ് പറഞ്ഞത്? ഓപ്ഷൻസ്: എ ലോകരക്ഷകൻ, ബി ദൈവപുത്രൻ, സി പ്രവാചകൻ, ഡി മിശിഹ ക്രിസ്തു. ഉത്തരം ഓപ്ഷൻ സി പ്രവാചകൻ. യോഹന്നാൻ 4:19. യഥാർത്ഥമായ ആരാധന സ്ഥലം എവിടെയാണ്? ഓപ്ഷൻസ്: എ ഷീലോയിൽ, ബി ജെറുസലേമിൽ, സി യൂദയായിൽ, ഡി ഇസ്രായേലിൽ. ഉത്തരം ഓപ്ഷൻ ബി ജെറുസലേമിൽ. യോഹന്നാൻ 4:20. പുത്രനെ അനുസരിക്കാത്തവൻ ദർശിക്കാത്തത് എന്ത്? ഓപ്ഷൻസ്: എ ജീവൻ, ബി സ്വർഗരാജ്യം, സി നിത്യജീവൻ, ഡി ദൈവരാജ്യം. ഉത്തരം ഓപ്ഷൻ എ ജീവൻ. യോഹന്നാൻ 3:36. പുത്രനെ അനുസരിക്കാത്തവന്റെ മേൽ ഡാഷ് ഉണ്ട്. വചനഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻസ്: എ അന്ത്യവിധി, ബി ദൈവകോപം, സി ശിക്ഷാവിധി, ഡി നിത്യാഗ്നി. ഉത്തരം ഓപ്ഷൻ ബി ദൈവകോപം. യോഹന്നാൻ 3:36. സമറിയായിൽ യേശു എത്തിച്ചേർന്ന പട്ടണമേത്? ഓപ്ഷൻസ്: എ എഫ്രായിം, ബി സിക്കാർ, സി ബഥാനിയ, ഡി സിറിയ. ഉത്തരം ഓപ്ഷൻ ബി സിക്കാർ. യോഹന്നാൻ 4:5. യേശു കിണറിന്റെ കരയിൽ ഇരുന്ന സമയം? ഓപ്ഷൻസ്: എ ഏകദേശം 6 മണിക്കൂർ, ബി ഏകദേശം 7 മണിക്കൂർ, സി ഏകദേശം 4 മണിക്കൂർ, ഡി ഏകദേശം 9 മണിക്കൂർ. ഉത്തരം ഓപ്ഷൻ എ ഏകദേശം 6 മണിക്കൂർ. യോഹന്നാൻ 4:6. യേശു സമറിയക്കാരിയോട് സംസാരിച്ചത് എന്ത്? ഓപ്ഷൻസ്: എ എനിക്ക് കുടിക്കാൻ തരുക, ബി നീ എന്നോട് ചോദിക്കുകയും ഞാൻ നിനക്ക് ജീവജലം തരുകയും ചെയ്യും, സി ദൈവം ആത്മാവാണ്, ഡി നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ. ഉത്തരം ഓപ്ഷൻ എ എനിക്ക് കുടിക്കാൻ തരുക. യോഹന്നാൻ 4:7. ആര് തമ്മിലാണ് ശുദ്ധീകരണത്തെപ്പറ്റി തർക്കമുണ്ടായത്? ഓപ്ഷൻസ്: എ യഹൂദരും സദുക്കായരും, ബി അവന്റെ ശിഷ്യന്മാരും ഒരു യഹൂദനും, സി യേശുവിന്റെ ശിഷ്യന്മാർ തമ്മിൽ, ഡി യഹൂദരും ഗ്രീക്കുകാരും തമ്മിൽ. ഉത്തരം ഓപ്ഷൻ ബി അവന്റെ ശിഷ്യന്മാരും ഒരു യഹൂദനും. യോഹന്നാൻ 3:25. അടുത്തുനിന്ന് മണവാളനെ ശ്രവിക്കുന്ന ഡാഷ് അവന്റെ സ്വരത്തിൽ വളരെ സന്തോഷിക്കുന്നു. വചനഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻസ്: എ മണവാട്ടി,
ബി കൂട്ടുകാർ, സി സ്നേഹിതൻ, ഡി ബന്ധുക്കൾ. ഉത്തരം ഓപ്ഷൻ സി സ്നേഹിതൻ. യോഹന്നാൻ 3:29. എല്ലാവർക്കും ഉപരിയായിട്ടുള്ളവൻ ആരാണ്? ഓപ്ഷൻസ്: എ സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ, ബി ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ, സി മിശിഹ ക്രിസ്തു, ഡി പിതാവ് അയച്ചവൻ. ഉത്തരം ഓപ്ഷൻ ബി ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ. യോഹന്നാൻ 3:31. ആരാണ് ദൈവത്തിന്റെ വാക്കുകൾ സംസാരിക്കുന്നത്? ഓപ്ഷൻസ്: എ നീതിമാൻ, ബി ദൈവഭക്തൻ, സി ദൈവം അയച്ചവൻ, ഡി ദൈവപുത്രൻ. ഉത്തരം ഓപ്ഷൻ സി ദൈവം അയച്ചവൻ. യോഹന്നാൻ 3:34. പുത്രനിൽ വിശ്വസിക്കുന്നവന് ഡാഷ് ലഭിക്കുന്നു. വചനഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻസ്: എ ജീവൻ, ബി സ്വർഗരാജ്യം, സി നിത്യജീവൻ, ഡി ദൈവരാജ്യം. ഉത്തരം ഓപ്ഷൻ സി നിത്യജീവൻ. യോഹന്നാൻ 3:36. ആരാണ് വെളിച്ചത്തിലേക്ക് വരുന്നത്? ഓപ്ഷൻസ്: എ നീതിമാൻ, ബി ജ്ഞാനി, സി സത്യം പ്രവർത്തിക്കുന്നവൻ, ഡി സത്യവാൻ. ഉത്തരം ഓപ്ഷൻ സി സത്യം പ്രവർത്തിക്കുന്നവൻ. യോഹന്നാൻ 3:21. സത്യം പ്രവർത്തിക്കുന്നവന്റെ പ്രവൃത്തികൾ ഡാഷ് ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നു. വചനഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻസ്: എ ദൈവസ്നേഹത്തിൽ, ബി ദൈവേഷ്ടത്തിൽ, സി ദൈവഹിതത്തിൽ, ഡി ദൈവൈക്യത്തിൽ. ഉത്തരം ഓപ്ഷൻ ഡി ദൈവൈക്യത്തിൽ. യോഹന്നാൻ 3:21. യേശുവും നിക്കോദേമസും സംസാരിച്ചതിനു ശേഷം യേശുവും ശിഷ്യന്മാരും എവിടേക്കാണ് പോയത്? ഓപ്ഷൻസ്: എ യൂദയ ദേശത്തേക്ക്, ബി എഫ്രായിം, സി സിക്കാർ, ഡി ബഥാനിയ. ഉത്തരം ഓപ്ഷൻ എ യൂദയ ദേശത്തേക്ക്. യോഹന്നാൻ 3:22. യേശു എവിടെ വെച്ചാണ് സ്നാനം നൽകിയത്? ഓപ്ഷൻസ്: എ ജോർദാനിൽ, ബി ജോർദാന് അക്കരെ, സി സാലിമിനടുത്തുള്ള ഏനോനിൽ, ഡി യൂദയ ദേശത്ത്. ഉത്തരം ഓപ്ഷൻ ഡി യൂദയ ദേശത്ത്. യോഹന്നാൻ 3:22. യോഹന്നാൻ എവിടെയാണ് സ്നാനം നൽകിയിരുന്നത്? ഓപ്ഷൻസ്: എ ജോർദാനിൽ, ബി ജോർദാന് അക്കരെ, സി സാലിമിനടുത്തുള്ള ഏനോനിൽ, ഡി ജോർദാന് മറുകരെ. ഉത്തരം ഓപ്ഷൻ സി സാലിമിനടുത്തുള്ള ഏനോനിൽ. യോഹന്നാൻ 3:23. യേശു എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്? ഓപ്ഷൻസ്: എ കേട്ടവയെപ്പറ്റി, ബി കണ്ടവയെപ്പറ്റി, സി ഗ്രഹിച്ചവയെപ്പറ്റി, ഡി അറിയുന്നവയെപ്പറ്റി. ഉത്തരം ഓപ്ഷൻ ഡി അറിയുന്നവയെപ്പറ്റി. യോഹന്നാൻ 3:11. യേശു എന്തിനെക്കുറിച്ചാണ് സാക്ഷ്യപ്പെടുത്തുന്നത്? ഓപ്ഷൻസ്: എ കേട്ടവയെപ്പറ്റി, ബി കണ്ടവയെപ്പറ്റി, സി ഗ്രഹിച്ചവയെപ്പറ്റി, ഡി സത്യത്തെപ്പറ്റി. ഉത്തരം ഓപ്ഷൻ ബി കണ്ടവയെപ്പറ്റി. യോഹന്നാൻ 3:11. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ഡാഷ് അല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല. വചനഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻസ്: എ മനുഷ്യപുത്രൻ, ബി ദൈവപുത്രൻ, സി ക്രിസ്തു, ഡി ഏകജാതൻ. ഉത്തരം ഓപ്ഷൻ എ മനുഷ്യപുത്രൻ. യോഹന്നാൻ 3:13. മോശ എവിടെയാണ് സർപ്പത്തെ ഉയർത്തിയത്? ഓപ്ഷൻസ്: എ കൂടാരത്തിൽ, ബി പാളയത്തിൽ, സി മരുഭൂമിയിൽ, ഡി ഫറവോയുടെ കൊട്ടാരത്തിൽ.
ഉത്തരം ഓപ്ഷൻ സി മരുഭൂമിയിൽ. യോഹന്നാൻ 3:14. ആരാണ് പ്രകാശത്തെ വെറുക്കുന്നത്? ഓപ്ഷൻസ്: എ ഭോഷൻ, ബി ദുഷ്ടൻ, സി തിന്മ പ്രവർത്തിക്കുന്നവൻ, ഡി പാപികൾ. ഉത്തരം ഓപ്ഷൻ സി തിന്മ പ്രവർത്തിക്കുന്നവൻ. യോഹന്നാൻ 3:20. എപ്രകാരമാണ് ക്രിസ്തുവിന്റെ നിയമം പൂർത്തിയാക്കേണ്ടത്? ഓപ്ഷൻസ്: എ പരസ്പരം സഹായിച്ചുകൊണ്ട്, ബി പരസ്പരം സ്നേഹിച്ചുകൊണ്ട്, സി പരസ്പരം ക്ഷമിച്ചുകൊണ്ട്, ഡി പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട്. ഉത്തരം ഓപ്ഷൻ ഡി പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട്. ഗലാത്തിയ 6:2. ഒരുവൻ താൻ ഒന്നുമല്ലാതിരിക്കെ എന്തോ ആണെന്ന് ഭാവിക്കുന്നെങ്കിൽ അവൻ ആരെ വഞ്ചിക്കുന്നു? ഓപ്ഷൻസ്: എ ദൈവത്തെ, ബി ക്രിസ്തുവിനെ, സി ആത്മാവിനെ, ഡി തന്നെത്തന്നെ. ഉത്തരം ഓപ്ഷൻ ഡി തന്നെത്തന്നെ. ഗലാത്തിയ 6:3. തനിക്കുള്ള എല്ലാ നല്ല വസ്തുക്കളുടെയും പങ്ക് തന്റെ അധ്യാപകന് നൽകേണ്ടത് ആര്? ഓപ്ഷൻസ്: എ പഠിക്കുന്നവൻ, ബി നന്മ ചെയ്യുന്നവൻ, സി വചനം പഠിക്കുന്നവൻ, ഡി ക്രിസ്തു ശിഷ്യൻ. ഉത്തരം ഓപ്ഷൻ സി വചനം പഠിക്കുന്നവൻ. ഗലാത്തിയ 6:6. ജഡത്തിൽ നിന്ന് എന്താണ് കൊയ്തെടുക്കുന്നത്? ഓപ്ഷൻസ്: എ തിന്മ, ബി നിത്യനാശം, സി നാശം, ഡി പാപം. ഉത്തരം ഓപ്ഷൻ സി നാശം. ഗലാത്തിയ 6:8. ആത്മാവിൽ നിന്ന് എന്താണ് കൊയ്തെടുക്കുന്നത്? ഓപ്ഷൻസ്: എ ജീവൻ, ബി നിത്യജീവൻ, സി നന്മ, ഡി കൃപ. ഉത്തരം ഓപ്ഷൻ ബി നിത്യജീവൻ. ഗലാത്തിയ 6:8. ഓരോ വ്യക്തിയും വിലയിരുത്തേണ്ടത് എന്ത്? ഓപ്ഷൻസ്: എ സ്വന്തം ചെയ്തികളെ, ബി സ്വന്തം പ്രവൃത്തികളെ, സി സ്വന്തം പരിശ്രമങ്ങളെ, ഡി സ്വന്തം ജോലികളെ. ഉത്തരം ഓപ്ഷൻ എ സ്വന്തം ചെയ്തികളെ. ഗലാത്തിയ 6:4. നമുക്ക് മടുപ്പ് തോന്നാതിരിക്കേണ്ടത് എന്തിൽ? ഓപ്ഷൻസ്: എ പരസ്പരം സഹായിക്കുന്നതിൽ, ബി പരസ്പരം സ്നേഹിക്കുന്നതിൽ, സി പരസ്പരം ക്ഷമിക്കുന്നതിൽ, ഡി നന്മ ചെയ്യുന്നതിൽ. ഉത്തരം ഓപ്ഷൻ ഡി നന്മ ചെയ്യുന്നതിൽ. ഗലാത്തിയ 6:9. പൗലോസ്ലീഹ ശരീരത്തിൽ എന്താണ് ധരിക്കുന്നത്? ഓപ്ഷൻസ്: എ യേശുവിന്റെ അടയാളങ്ങൾ, ബി യേശുവിന്റെ കുരിശ്, സി യേശുവിന്റെ സ്നേഹം, ഡി ദൈവാത്മാവിനെ. ഉത്തരം ഓപ്ഷൻ എ യേശുവിന്റെ അടയാളങ്ങൾ. ഗലാത്തിയ 6:17. ഗലാത്തിയ പുസ്തകത്തിന്റെ അവസാന വാക്കെന്ത്? ഓപ്ഷൻസ്: എ സമാധാനം, ബി കൃപയുണ്ടാകട്ടെ, സി ആമേൻ, ഡി സമൃദ്ധി ഉണ്ടാകട്ടെ. ഉത്തരം ഓപ്ഷൻ സി ആമേൻ. ഗലാത്തിയ 6:18. ഗലാത്തിയ 6:16 സമാനമായ പഴയ നിയമഭാഗം ഏത്? ഓപ്ഷൻസ്: എ സങ്കീർത്തനങ്ങൾ 125:4, ബി സങ്കീർത്തനങ്ങൾ 125:3, സി സങ്കീർത്തനങ്ങൾ 125:5, ഡി സങ്കീർത്തനങ്ങൾ 125:2. ഉത്തരം ഓപ്ഷൻ സി സങ്കീർത്തനങ്ങൾ 125:5. ആത്മാവിന് എതിരായിട്ടുള്ളത് എന്ത്? ഓപ്ഷൻസ്: എ ജഡമോഹങ്ങൾ, ബി ജഡികാസക്തി, സി ജഡത്തിന്റെ അഭിലാഷങ്ങൾ, ഡി ജഡത്തിന്റെ വ്യാപാരങ്ങൾ. ഉത്തരം ഓപ്ഷൻ എ ജഡമോഹങ്ങൾ. ഗലാത്തിയ 5:17.
ജഡത്തിന് എതിരായിട്ടുള്ളത് എന്ത്? ഓപ്ഷൻസ്: എ ആത്മാവിൻ്റെ മോഹങ്ങൾ, ബി ജഡികാസക്തി, സി ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ, ഡി ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ. ഉത്തരം ഓപ്ഷൻ സി ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ. ഗലാത്തിയ 5:17. ഡാഷ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ നിങ്ങൾ നിയമത്തിന് കീഴരല്ല. വചനഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻസ്: എ പരിശുദ്ധാത്മാവ്, ബി ആത്മാവ്, സി ദൈവാത്മാവ്, ഡി ദൈവാരൂപി. ഉത്തരം ഓപ്ഷൻ ബി ആത്മാവ്. ഗലാത്തിയ 5:18. തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചവർ ആര്? ഓപ്ഷൻസ്: എ ക്രിസ്തു ശിഷ്യർ, ബി അപ്പസ്തോലന്മാർ, സി യേശുക്രിസ്തുവിനുള്ളവർ, ഡി വിശുദ്ധർ. ഉത്തരം ഓപ്ഷൻ സി യേശുക്രിസ്തുവിനുള്ളവർ. ഗലാത്തിയ 5:24. ഗലാത്തിയ ലേഖനം 6-ാം അധ്യായം തുടങ്ങുന്നത് ആരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ്? ഓപ്ഷൻസ്: എ ഭോഷന്മാരെ, ബി സഹോദരരെ, സി കുഞ്ഞുമക്കളെ, ഡി എൻ്റെ മക്കളെ. ഉത്തരം ഓപ്ഷൻ ബി സഹോദരരെ. ഗലാത്തിയ 6:1. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻസായി അറിയിക്കുകയും വേണം. ഈശോ നാം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.